ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് സ്റ്റോറീസ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. നമ്മളുടെ കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് മുട്ര അല്ലെങ്കിൽ മരുതിമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മളിന്ന് വ്ളോഗ് ചെയ്യുന്നത്. എന്താ പറയുക, ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ 1-2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അധികം ക്രൗഡൊന്നും ഇല്ലാതെ. ഇപ്പം രാവിലെയൊക്കെ വന്ന് ഒരു ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിക്കാൻ ഈ ഒരു കൊറോണ ടൈമിൽ ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിവിടെ രാവിലെ തന്നെ എത്തിയായിരുന്നു. അപ്പം സൺറൈസൊക്കെ കണ്ടു. അപ്പം ബാക്കി ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൊട്ടാരക്കരയ്ക്കടുത്തുള്ള വെളിയം ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പം നമ്മൾ ഈ വന്ന് നിൽക്കുന്ന ഈ മുട്ര പാറയുള്ളത്. ഏകദേശം 24 ഏക്കർ സറൗണ്ടിങ്സിലെ ഒരു പാറയാണ് ഈ പറയുന്ന മുട്രമല. ഇവിടെ ഒരു അമ്പലമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പം ഡിസംബർ ജനുവരി ഒക്കെയാണ് ഈ അമ്പലത്തിലെ എന്താ പറയുക ഉത്സവം വരുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കാവ്. ഇതേ കണ്ടില്ലേ, ആലും മാവും പ്ലാവും കൂടെ ചേർന്നുള്ളൊരു മരമാണ്. അപ്പം ഈ മലയ്ക്ക് ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. അതായത് ഋഷഭദ്രി ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരുതിയിൽ നിന്നും അടർന്നു വീണ ഒരു ഭാഗമാണിത്. അപ്പോൾ അതിന് മരുതിമല എന്നും കൂടി ഒരു പേര് വരുന്നുണ്ട്. അപ്പം രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടും. എനിക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. രാവിലെ 5 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 6 മണിയായപ്പോഴത്തേക്ക് നമ്മളിവിടെ മരുതിമലയിൽ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗം എത്തി. നമ്മൾ സൈഡിൽ കൂടെയുള്ള വഴിയൊക്കെ കാടും മേടുമൊക്കെ കയറി ഇനി മേളിൽ വന്നു. അപ്പം അത്യാവശ്യം വളരെ നല്ല ക്ലൈമറ്റാണ് നമുക്കിവിടെ വരുമ്പോൾ. മെയിനായിട്ടുള്ളത് ഒരു ക്ലൈമറ്റാണ്, പിന്നെ വളരെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അതിൽ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് പ്രോസസ്സിങ്ങിലാണ്. എക്കോ ടൂറിസം നമ്മുടെ കൊല്ലം DTPC അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ എൻട്രൻസ് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പോഴാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാം. ബെറ്റർ നല്ല സമയം വൈകുന്നേരങ്ങളിൽ ഒരു 6 മണിക്ക് മുമ്പും രാവിലെ ഒരു 10 മണിക്ക് മുമ്പുമാണ്. പിന്നീട് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല വെയിലായിരിക്കും. പിന്നെ കയറി നിൽക്കാനായിട്ട് 1-2 ഹട്ട്സൊക്കെ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് റണ്ണിങ് അല്ലാത്തതുകൊണ്ട് അതൊന്നും വെൽ മെയിൻറ്റൈൻഡ് അല്ല. അപ്പം ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോവിഡിൻ്റെ ടൈമിലാണ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം 4 പേര്, അതിൽ കൂടുതൽ ഒരുമിച്ച് വരാതിരിക്കാൻ നോക്കുക. പിന്നെ അടുത്ത കാര്യം, മാസ്കും സാനിറ്റൈസറും കൊണ്ടുവരിക. ഇപ്പം നമ്മൾ വളരെ വൈഡായിട്ടൊരു സ്പേസാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പം മാസ്കും കാര്യങ്ങളൊന്നും ഇടാത്തത്.
ആൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മാസ്ക് ധരിക്കുക, ഹാൻഡ് സാനിറ്റൈസർ ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യുക, അത്യാവശ്യം സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇവിടെയായിട്ട് കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇവിടെ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വന്ന് എൻട്രി പാസും കാര്യങ്ങളൊക്കെ ആവും, നമ്മുടെ ജഡായിപ്പാറ പോലെ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഏകദേശം കുറേയൊക്കെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നെന്ന് മാതൃഭൂമിയിലൊക്കെ ഇന്നാൾ ന്യൂസ് ഉണ്ടായിരുന്നു. എൻട്രി ഫീസ് വരുന്നത് ഒന്ന് കാണാൻ പറയാം. അപ്പം എൻട്രി ഫീസൊക്കെ വരുന്നതിന് മുമ്പ് വന്ന് കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷേ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ അവസ്ഥകൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ കോവിഡും കൊറോണയും. അപ്പം അതൊക്കെ മുൻനിർത്തി ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്, പിന്നെ 147 അതായത് 5 പേര് കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നോക്കിയും കണ്ട് തന്നെ വരിക. ഇപ്പോൾ ഈ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മുട്ട്രം മലയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പാറ പൊട്ടിച്ച സ്ഥലമാണ്. അപ്പോൾ പാറക്കോറി ആയിരുന്നിരിക്കാൻ പണ്ട്. ഇതേ കണ്ടില്ലേ തൊട്ട് ബാക്കിലായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ